നമസ്കാരം. കഴിഞ്ഞ ദിവസമായിരുന്നു സംഗീത സംവിധായകൻ AR റഹ്മാനും ഭാര്യ സൈറ ഭാനുവും വേർപിരിയുന്നുവെന്ന് പുറംലോകത്തെ അറിയിച്ചത്. 29 വർഷം നീണ്ട വിവാഹ ജീവിതമാണ് ഇരുവരും അവസാനിപ്പിച്ചത്. സൈറ ഭാനുവാണ് പ്രസ്താവനയിലൂടെ ഈ വിവരം പുറംലോകത്തെ അറിയിച്ചത്. സൈറ ഭാനുവിന്റെ അഭിഭാഷകനാണ് കത്ത് പുറത്തുവിട്ടിരിക്കുന്നത്. സൈറയുടെ കത്ത് പുറത്തുവന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ റഹ്മാന്റെ ട്രൂപ്പിലെ ഒരു പ്രധാന അംഗവും തന്റെ വിവാഹമോചനം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. റഹ്മാന്റെ ട്രൂപ്പിലെ ബേസ് ഗിറ്റാറിസ്റ്റായ മോഹിനിയുടെയാണ് താൻ വിവാഹബന്ധം അവസാനിപ്പിച്ചതായി അറിയിച്ചത്. ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെയാണ് മോഹിനി ഇക്കാര്യം വെളിപ്പെടുത്തിയത്. മോഹിനിയും ഭർത്താവും സംഗീത സംവിധായകനുമായ മാർക്ക് ഹാർസിറ്റും പരസ്പര ധാരണയോടെയാണ് വേർപിരിയുന്നത്. ഞാനും മാർക്കും വേർപിരിഞ്ഞത് ഏറെ ഹൃദയഭേദകമായ വേദനയോടെ അറിയിക്കുകയാണ്. ആദ്യം തന്നെ ഞങ്ങളുടെ സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടുമുള്ള പ്രതിബദ്ധത അറിയിക്കുന്നു. പരസ്പര ധാരണയോടെയാണ് ഞങ്ങൾ വേർപിരിഞ്ഞത്. ഇനിയും ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി തുടരും. ജീവിതത്തിൽ വ്യത്യസ്തമായ കാര്യങ്ങൾ വേണമെന്നും പരസ്പര ഉടമ്പടിയിലൂടെയുള്ള വേർപിരിയലാണ് മുന്നോട്ട് പോകാനുള്ള ഏറ്റവും നല്ല മാർഗമെന്നും ഞങ്ങൾ തീരുമാനിച്ചു. വേർപിരിഞ്ഞാലും താനും മാർക്കും പ്രൊജക്ടുകളിൽ സഹകരിക്കുന്നത് തുടരും. തങ്ങളുടെ തീരുമാനത്തെ സുഹൃത്തുക്കളും ആരാധകരും പിന്തുണയ്ക്കുമെന്ന് മോഹിനി കുറിപ്പിലൂടെ പറഞ്ഞു. കൊൽക്കത്ത സ്വദേശിയാണ് 28-കാരിയായ മോഹിനിയുടെ. AR റഹ്മാനൊപ്പം നിരവധി രാജ്യങ്ങളിലായി 40-ലേറെ ഷോകളിൽ മോഹിനി പങ്കെടുത്തിട്ടുണ്ട്. സംഗീത പ്രതിഭയായി ഏറെ ആഘോഷിക്കപ്പെട്ട കലാകാരിയാണ് മോഹിനിയുടെ. 11 വയസ്സുള്ളപ്പോഴാണ് മോഹിനിയുടെ പ്രൊഫഷണൽ യാത്ര ആരംഭിച്ചത്. ജാസ് മാസ്ട്രോ ലൂയിസ് ബാങ്ക്സിന്റെ ശിഷ്യയായ മോഹിനി സംഗീത ലോകത്തെ ഒരു പ്രധാന വ്യക്തിത്വമായി മാറി. ഗാൻ ബംഗ്ലായുടെ വിൻഡ് ഓഫ് ചേഞ്ച്, കോക്ക് സ്റ്റുഡിയോ ഇന്ത്യ തുടങ്ങിയ പ്രൊജക്ടുകളിലെ പ്രവർത്തനമാണ് മോഹിനിയെ ശ്രദ്ധേയമാക്കിയത്. സക്കീർ ഹുസൈൻ, ശിവമണി, സ്റ്റീവ് വൈ, മാർക്കോ മിന്നൈമാൻ തുടങ്ങിയ പ്രശസ്തരായ സംഗീതജ്ഞർക്കൊപ്പവും മോഹിനി പ്രവർത്തിച്ചിട്ടുണ്ട്. അതേസമയം റഹ്മാന്റെ വിവാഹമോചന വാർത്ത വന്ന മണിക്കൂറുകൾക്കകം തന്നെ മോഹിനിയുടെയും വിവാഹമോചന വാർത്ത പുറത്തെത്തിയതോടെ ഇത് വലിയ രീതിയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ്. റഹ്മാൻ സൈറ ഭാനു വിവാഹമോചനത്തിന്റെ കാരണം മോഹിനിയാണെന്ന തരത്തിലാണ് ഇപ്പോൾ വാർത്തകൾ പ്രചരിക്കുന്നത്. നിരവധി ട്രോളുകളും ഇത് സംബന്ധിച്ച് വരുന്നുണ്ട്. എന്നാൽ ഇത് വെറും ഊഹാപോഹങ്ങളാണെന്നാണ് ആരാധകർ പറയുന്നത്. ഏറെ വിഷമത്തോടെ എടുത്ത തീരുമാനമെന്ന് സൈറ ഭാനു വ്യക്തമാക്കി. പരസ്പര സ്നേഹം നിലനിൽക്കുമ്പോഴും അടുക്കാനാകാത്ത വിധം അകന്നുപോയെന്ന് പ്രസ്താവനയിൽ പറയുന്നു. രണ്ടുപേരിൽ ആർക്കും ഇത് നികത്താൻ പറ്റുന്നില്ലെന്നും വേദനിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനമെടുക്കുന്നത്. പൊതുജനം സ്വകാര്യതയിലേക്ക് കടക്കരുതെന്നും ഈ വിഷമഘട്ടം മനസ്സിലാക്കേണ്ടതുണ്ടെന്നും ആണ് പ്രസ്താവനയിൽ സൈറ ഭാനു പറയുന്നത്. 1995-ലാണ് റഹ്മാനും സൈറ ഭാനും വിവാഹിതരായത്. തന്റെ അമ്മയാണ് വധുവിനെ കണ്ടെത്തിയതും വിവാഹം നടത്തിയതുമെന്ന് AR റഹ്മാൻ മുമ്പൊരിക്കൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. സൈറയെ വിവാഹം ചെയ്യുമ്പോൾ റഹ്മാൻ 27-ഉം സൈറയ്ക്ക് 21 വയസ്സായിരുന്നു പ്രായം. 3 മക്കളാണ് ഇരുവർക്കുമുള്ളത്. ഖദീജ റഹ്മാൻ, AR അമീൻ, റഹീമ റഹ്മാൻ എന്നിവരാണ് മക്കൾ. ഖദീജ ഇതിനകം സംഗീത സംവിധാന രംഗത്ത് ശ്രദ്ധേയ സാന്നിധ്യമായി കഴിഞ്ഞു. 57-കാരനാണ് AR റഹ്മാൻ. കരിയറിൽ നിന്നും സജീവ സാന്നിധ്യം. ഭാര്യയെ പ്രശംസിച്ചുകൊണ്ട് ചില അഭിമുഖങ്ങളിൽ റഹ്മാൻ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.